ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പച്ചക്കറി ചെടികളൊക്കെ തന്നെ നല്ല രീതിയിൽ തഴച്ച് വളരാൻ, അതിൽ നിന്ന് മികച്ച രീതിയിലുള്ള വിളവ് കിട്ടുവാനും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാജിക് വളത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടതെന്ന് പറയുന്നത് തൈരാണ്. അപ്പോൾ തൈര് 2-3 ദിവസം വെച്ച് നന്നായിട്ട് തന്നെ പുളിപ്പിച്ചെടുക്കണം. നല്ല പുളിയുള്ള തൈരാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പാൽ എന്തെങ്കിലും പുളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഇതുപോലെ 3-4 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുളിപ്പിച്ചെടുത്ത തൈര് ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 പാത്രം വെള്ളവും ചേർത്ത് വേണം എടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 10 ഗ്ലാസ് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഇത് ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. നേർപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മിശ്രിതത്തെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യമേ തന്നെ ചെടിയുടെ ചുവട് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ചെടിയുടെ ചുവടൊക്കെ നനഞ്ഞിരിക്കുമ്പോൾ ഇതെല്ലാം തന്നെ വേഗത്തിൽ മണ്ണിലോട്ട് ഇറങ്ങുന്നതാണ്. കഴിവതും ഒന്നുകിൽ രാവിലെ ചെയ്തു കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു വളപ്രയോഗത്തിലൂടെ നമുക്ക് ചെടികളിലെല്ലാം തന്നെ നിറച്ച് പൂവിടാനും കായ്കളൊക്കെ പിടിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഉണ്ടാകുന്ന കായ്കൾക്കൊക്കെ നല്ല രീതിയിൽ വലിപ്പം വയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പിൻ്റെ ആ സ്മെല്ല് കൊണ്ട് നമുക്ക് കീടങ്ങളൊന്നും ചെടികളെ ആക്രമിക്കാതിരിക്കും. ഈ തൈര് നന്നായിട്ട് പുളിച്ചു വരുമ്പോൾ ധാരാളം സൂക്ഷ്മജീവികളൊക്കെ വളരുന്നതാണ്. അപ്പോൾ അതെല്ലാം തന്നെ മണ്ണിലോട്ട് പോകുമ്പോഴത്തേക്കും ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതു ലവണങ്ങളും അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ചെടി നല്ല രീതിയിൽ തഴച്ച് വളരുകയും അത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. ഇനി പൂക്കാത്ത ചെടിയാണെങ്കിൽ പോലും അതെല്ലാം തന്നെ നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വളമാണിത്. കൂടാതെ നമുക്ക് ഈ വളം എല്ലാ ചെടികൾക്കും തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ചീരയ്ക്കും തക്കാളിക്കും വെണ്ടയ്ക്കും നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ചെടികളൊക്കെ തന്നെ വളരുന്നത്. ഞാൻ എൻ്റെ ടെറസ് ഗാർഡനിലെ ചെടികൾക്ക് ഇത് തയ്യാറാക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഇതിൽ നിന്ന് കണ്ടുവരുന്നത്. ഇനി ഈ തൈരിനെ നമുക്ക് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ജൈവ കീടനാശിനി പോലെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ഞാൻ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേയറിൽ ഇത് കയറിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതൊന്നും വരത്തില്ല, ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പിന് ഒരു 5 കപ്പ് വെള്ളവും ചേർത്തിട്ട് നേർപ്പിച്ചാണ് ഇത് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനൊരു 1 ലിറ്റർ ബോട്ടിലാക്കിയിട്ട് 5 കപ്പ് വെള്ളം കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ചെടികളുടെ ഇലകളൊക്കെ തന്നെ ഒന്ന് നനച്ചു കൊടുക്കാം. നനച്ചതിന് ശേഷം ഉപയോഗിക്കാം. പുളിച്ച തൈര് കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഒരു ജൈവ കീടനാശിനി പോലെ പ്രവർത്തിക്കുന്നതാണ്. ചെടികളിൽ വെള്ളീച്ച, മിലിമൂട്ട, ചിത്രകീട അതുപോലുള്ള പ്രാണികളുടെ ശല്യങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനൊരു ചെറിയ രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാണികളൊന്നും അധികം അടുക്കത്തില്ല. അപ്പോൾ ഇതൊരു ജൈവ കീടനാശിനി പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളീച്ച, മിലിമൂട്ട അതുപോലുള്ള പ്രാണികളിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കാനും സാധിക്കും. ചെടികളിൽ പുഴു അതുപോലുള്ളതൊക്കെ നമുക്കിത് അടിക്കുന്നത് മൂലം മാറി കിട്ടുന്നതാണ്. അപ്പോൾ ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത് സഹായവും കൂടിയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ തൈര് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു ലൈനി എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം യൂസ്ഫുള്ളാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണിത്. ഇത് നമ്മൾ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ രാവിലെ ചെയ്ത് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞി വഴുതനങ്ങ ചെടിയാണ്. അത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ചെടിയുടെ ചുവട്ടിലും അതുപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വഴി ഒരു മാജിക് ആയിട്ടുള്ള വളർച്ചയാണ് ഇതിൽ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. ഇനി ചെടി ചെറുതാണെങ്കിൽ പോലും അത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. മാത്രമല്ല അതിലുണ്ടാകുന്ന കായ്കൾക്കൊക്കെ നല്ല വലിപ്പവും വയ്ക്കുന്നതാണ്. ഇനി നമുക്കിതിനെ മുളച്ചു വരുന്ന ചെടികളിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെ ബാധിക്കുന്ന വെളിച്ച പോലുള്ള കീടങ്ങളിൽ നിന്ന് ഈ ചെറിയ ചെടികളെ പോലെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ചീരകൾക്കും ഒക്കെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പുളിപ്പിച്ച തൈരിനെ നമുക്കൊരു ജൈവ കീടനാശിനിയായിട്ട് ഒരു വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൃഷി സ്നേഹിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്